ഒരിക്കൽ ശിംശോൻ തൻ്റെ അപ്പനമ്മയുമായി ഫെലിസ്ത്യ ദേശത്തേക്ക് പോകുമ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ അരികത്തൂടെ പോകുമ്പോൾ ഇതൊരു ബാലസിംഹം തനിക്ക് നേരെ അലറിക്കൊണ്ട് ചാടി വീണു. ബാലസിംഹം ചാടി വീണത് നമുക്കറിയാം. ഒരു സിംഹം ചാടി വീണ സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ എന്തുള്ളു? പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, കയ്യിലൊന്നുമില്ലാതിരിക്കെ ഒരാട്ടിൻകുട്ടി എന്ന പോലെ ശിംശോൻ അതിനെ കീറിക്കളഞ്ഞെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെന്താ സംഭവിച്ചതെന്നറിയാമോ? ചാടി വീണത് ബാലസിംഹം ശിംശോനെ കീറാനാ. പക്ഷേ ശിംശോനെ സിംഹം തൊട്ട സെക്കൻഡിൽ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അഭിഷേകം ഇറങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ കയ്യിലൊന്നുമില്ല. അവൻ അതിൻ്റെ മുമ്പിൽ കീറപ്പെട്ടെന്നല്ല, അവൻ അതിനെ കീറിയെന്ന് എഴുതിയിരിക്കുന്നത്. പ്രതിസന്ധിയുടെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേ വെളിപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്, ദൈവകൃപയുണ്ട്. ശത്രുവിൻ്റെ മുമ്പിൽ തോക്കാനല്ല, ശത്രുവിനെ വലിച്ചു കീറാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുന്നത്, അവൻ ചാടി വീണത് ബാലസിംഹമാണ്. പക്ഷെ അഭിഷേകമുള്ളവനെ തൊട്ടപ്പോൾ അവൻ്റെ ശക്തിയെ ദൈവം അങ്ങ് ക്ഷയിപ്പിച്ച് അവൻ കീറിക്കളയത്തക്ക വിധം ഒരാട്ടിൻകുട്ടിയെ പോലെ ശിംശോന്റെ കയ്യിലോട്ട് കിട്ടിയത്. ബാലസിംഹമായിട്ട് വന്നിരുന്നെങ്കിൽ